പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇന്ന് ശനിയാഴ്ച മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് കൂടുതലായി ധ്യാനിക്കാം. മധ്യസ്ഥം യാചിക്കുക. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നലെ പറഞ്ഞു, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, നീ നിന്നെ തന്നെ വിശദീകരിച്ച്, നീ നിന്നെ തന്നെ നല്ല കുമ്പസാരം നടത്തി കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നിൽക്കുവാൻ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും എന്നാണ് ഇന്നലെ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിൽ വരിക, ഞാൻ അവരെ ആശ്വസിച്ചോളാം, ഞാൻ അവരെ ഭാരം ഏറ്റെടുത്തോളാം. ഈ ലോകത്ത് യേശു അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ പാവങ്ങൾ തന്നേക്ക്, നിങ്ങളുടെ ഭാരങ്ങൾ തന്നേക്ക്, ഞാൻ വഹിച്ചോളാം. റോമാ 5:12. ഒരു മനുഷ്യ മൂലം പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തതിനാൽ എല്ലാവരിലും മരണവും വന്നു ചേർന്നു. ആ പാപത്തിൻ്റെ ബന്ധനങ്ങൾ, ആ പാപം തുടച്ചു മാറ്റാനാണ് ഈശോ വന്നത്. അത് കർത്താവ് സ്വയം പാവങ്ങൾ സ്വീകരിച്ച് അവൻ കുരിശിലെ യാഗമായി മാറി ഉദ്ധാനം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ എവിടെയായിരിക്കുവാനും സാധിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഒന്ന് വിളിച്ചാൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ ഓടിയെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു വിലയാണത്. ഇത് അംഗീകരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ആ റൂട്ട് സഞ്ചരിക്കുന്നവർക്കെല്ലാം ദൈവം സന്നദ്ധനാണ്. പക്ഷേ ഞാൻ എളിമപ്പെട്ടാലേ കാര്യമുള്ളൂ, ഞാൻ അനുദപിച്ചാലേ കാര്യമുള്ളൂ, ഞാൻ പാവങ്ങളൊത്ത് പശ്ചാത്തപിച്ചാലേ കാര്യമുള്ളൂ, ഞാൻ യേശുവിനെ രക്ഷകനും നാഥനായിട്ട് സ്വീകരിച്ചിട്ടേ കാര്യമുള്ളൂ. യെസ്, ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. ഈ ബൈബിൾ വചനത്തിൻ്റെ ബാലൻസ് നാളത്തേൽ ഞാൻ തരാട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഒന്ന് എളിമപ്പെടാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് പാപങ്ങളൊട്ടൊന്ന് പശ്ചാത്തപിക്കുക, ഒന്ന് കരയാൻ പറ്റുന്നില്ലേ? ഒരു കണ്ണീര് വരുന്നില്ലേ? എല്ലാം ദൈവത്തിന് കൊടുക്കുക. മക്കളെ, നമ്മളുടെ 41 ദിവസത്തെ തീരാൻ പോവുകയാണ്. എന്നാലും അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വിട്ടുകൊണ്ടിരിക്കും. യേശുവേ നന്ദി കർത്താവേ. മറ്റുള്ള മക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓഗസ്റ്റ് 3 വണ്ടേ ധ്യാനമുണ്ട്. താമസമുള്ള ധ്യാനം ഓഗസ്റ്റ് 14 കേട്ടോ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, മക്കളെ തിരുരക്തത്താൽ ഇവരെ കഴുകി വിശദീകരിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ ഇവരെ കഴുകി വിശദീകരിക്കണമേ. ഇവരെ സ്ഥാപനങ്ങളെ കഴുകി വിശദീകരിക്കണമേ. ഇവർ പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകായിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരും എനിക്ക് വേണ്ടി ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആശ്വാസം കൊടുക്കണമേ, സമാധാനം നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇവർ സമർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കാൻ പോകുന്ന ഇവരുടെ 5 കാര്യങ്ങൾ ദൈവമേ നടത്തി കൊടുക്കണമേ. ഇവരുടെ തൊഴിൽ, ഇവരുടെ വ്യാപാരങ്ങൾ, കുടുംബജീവിതം, മക്കള്, അവിടെ എല്ലാവരും കൈ സഹായം കൊടുക്കണമേ. അവരെ ആശീർവദിക്കണേ. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു നാഥ, എന്നെ സമർപ്പിക്കുന്നു നാഥ. നിന്റെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. സൂചേ കർത്താവെ, മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാം നടത്തി കൊടുക്കണമേ. കർത്താവെ, ഇവരുടെ വേദനകൾ കാണണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നീക്കിക്കളഞ്ഞ് ഇവരെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന മക്കൾക്ക് 5 നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇതിൽ ലൈക്ക് അടിക്കുകയും എന്തെങ്കിലും കമൻ്റ് അടിക്കുകയും, കർത്താവെ, ദൈവമേ കർത്താവെ, മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നവർ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. എനിക്ക് നിങ്ങളുടെ ഇത് കേൾക്കുന്ന മക്കളെ, നിങ്ങളിലേക്ക് ഒരു ഓശാന വരാൻ പോകുന്നു. അതായത് യേശുവിൻ്റെ രാജ്യീയ പ്രവേശനം വഴിയൊരുക്കുന്നു. അതിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. യെസ്, തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് വേറെ ലെവലിലേക്ക് വരും. ഈ 3 വണ്ടേ ധ്യാനമുണ്ട്.
താമസസ്ഥല ധ്യാനം 14 ഓഗസ്റ്റ് വരിക കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധവരെ വേദമരാന്യമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ മേൽമേ നിത്യപിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആമേൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും 2 പ്രാവശ്യം പ്രാർത്ഥിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.